ഹായ് ഫ്രണ്ട്സ്, മിക്കൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന ടോപ്പിക്ക് ഇന്നലെ പഠിച്ചു വച്ചിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ് പഠിച്ചത്. അടുത്ത് പഠിക്കാൻ പോകുന്നത് മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻറ്ററി. മംഗൾ പാണ്ഡെ അഡ്ജൂട്ടന്റ് ബാഗിനെ കൊലപ്പെടുത്തിയത് 1857 മാർച്ച് 29. മംഗൾ പാണ്ഡെ അഡ്ജൂട്ടന്റ് ബാഗിനെ കൊലപ്പെടുത്തിയത് 1857 മാർച്ച് 29. 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്തായിരുന്നു? ചപ്പാത്തിയും ചുവന്ന താമരയും. 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്തായിരുന്നു? ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമായിരുന്നു ഡൽഹി. അപ്പോൾ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമായിരുന്നു ഏത്? ഡൽഹി. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തത് ഏത് വർഷമായിരുന്നു? 1857 മെയ് 12 വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തത്. 1857 മെയ് 12. ഗോളിയോർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവി ഹ്യൂഗ് റോസ്. ഗോളിയോർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവി ഹ്യൂഗ് റോസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്തിയോ തോപ്പി. താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ നാമമായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു താന്തിയോ തോപ്പി. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനായിരുന്നു മംഗൾ പാണ്ഡെ. അപ്പോൾ ഇതൊരു പ്രധാന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനായിരുന്നു മംഗൾ പാണ്ഡെ. അടുത്ത ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്, മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് 1857 ജനുവരിയിലായിരുന്നു. 1857 ജനുവരി. പേഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ് ദൊണ്ടു പാണ്ഡ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദൊണ്ടു പാണ്ഡു എന്നായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ക്ലാസ്സുമായി വരാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.